കെ.വി. തോമസ് 24-നോടൊപ്പം ചേരുകയാണ്. പക്ഷെ ഇപ്പോൾ അറിയാവുന്ന പോലെ ശശി തരൂരിന്റെ ലേഖനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു തരൂരുമായിട്ട് അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. എങ്ങനെ കാണുന്നു ഇതിനെ? ശശി തരൂരിനോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിന് ഒത്തിരി ഒറ്റപ്പെട്ട പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്താണ്, പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനാണ്. പലപ്പോഴും പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ചകളിൽ ശശി തരൂരിനെ പോലെയുള്ളവരെ കോൺഗ്രസ് പ്രയോജനപ്പെടുത്തുന്നില്ല. മറ്റൊന്ന്, പ്രധാനപ്പെട്ട കമ്മിറ്റികൾ, ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. ഒരാഴ്ചയിൽ ഏറ്റവും കുറഞ്ഞ 3 കമ്മിറ്റികളും കൂടാറുണ്ട്. അതിൽ ശശി തരൂരിനെ പോലെയുള്ള പ്രയോജനപ്പെടുത്തായിരുന്നു, അതും ചെയ്തില്ല. ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിൽ നമുക്കെല്ലാ ചർച്ചകളൊന്നുമില്ല, ഒരാളുടെ തീരുമാനമാണ്, അത് രാഹുൽ ഗാന്ധി തീരുമാനിക്കും, അദ്ദേഹത്തിന് ചുറ്റും ഏതാനും ആളുകളുണ്ട്. ഇത് കോൺഗ്രസ്സിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹത്തൊരു വെറും കോൺഗ്രസ്സുകാരനായിട്ട് കാണരുത്. ഇപ്പം ഞാനൊക്കെ വാർഡ് കമ്മിറ്റിയിൽ നിന്ന് 7ാം വാർഡ് കമ്മിറ്റിയിൽ 68 പ്രസിഡൻ്റായി ഘട്ടമായിട്ട് വന്ന് DC പ്രസിഡൻ്റായി, KP ട്രഷറായി, MP ആയി, MLA ആയി പോകുന്ന ആളുകൾ. അപ്പം ഒരു പാർട്ടിയുടെ കാഴ്ചപ്പാടുണ്ട്. എനിക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ ഒറ്റപ്പെടൽ വന്നപ്പോൾ നമ്മൾ അപമാനിക്കും, അതാണ് പ്രശ്നം. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേകത, നമ്മൾ അപമാനിക്കുന്നു. ഇപ്പോൾ എന്നോട് പിന്നെ ശശി തരൂർ പറഞ്ഞത്, അദ്ദേഹം കണ്ടിട്ട് കുറേ നാളായി. കാഷ്വലായിട്ട് പാർലമെൻറ്റ് വെച്ച് കാണുന്നല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഞാൻ 19-ന് ശേഷം രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല, സമ്മതിക്കില്ല. പക്ഷേ സോണിയാജി അതല്ല, സോണിയാജി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. എൻ്റെ വൈഫ് ഷെർലി മരിച്ചപ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കുക, ഒരു കത്ത് അയക്കുകയൊക്കെ ചെയ്തു. ആ ഒരു മാനുഷിക ബന്ധം രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ അതുപോലെ കേരളത്തിൽ വികസനം നടക്കുന്നുണ്ട്. നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതുപോലെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, പ്രതിപക്ഷ പാർട്ടികൾ, മീഡിയ. അതൊരു വലിയ മാറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, വിഴിഞ്ഞം പ്രോജക്റ്റ് സക്സസ്ഫുൾ ആകുന്നു. അങ്ങനെ വലിയ വികസനം നടക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കാൻ പറ്റുമോ? അതാ ശശി തരൂർ പറഞ്ഞുള്ളത്. അദ്ദേഹം പറഞ്ഞ് എനിക്ക് വേറെ വഴിയുണ്ടെന്ന് പറയാൻ കാരണം എന്നെ അടുപ്പിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. പിന്നെ കോൺഗ്രസിന് അവിടുത്തെ നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് 3ാം പ്രാവശ്യമല്ലേ, ഇനി UDF ആണ്, എന്നാൽ പിന്നെ ഞങ്ങളൊക്കെ തന്നെ നയിച്ചോളാം, ആരും വേണ്ട, പോണവരൊക്കെ പൊക്കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ സംഘടനാ മികവല്ല. പിന്നെ ഇടതുമുന്നണി 3ാം പ്രാവശ്യം വരില്ല എന്നൊരു സ്വപ്നം. ഇപ്പോൾ വരുമെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ആർക്കും തർക്കമില്ല. ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തെ കൂടെ നിർത്തണം, അതിൻ്റെ ബാധ്യത കോൺഗ്രസിനാണ്. ഈ വിവാദങ്ങൾക്ക് പിന്നാലെ തരൂരുമായി സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ കാണും ഇടയ്ക്കിടയ്ക്ക്, നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തെ ഒരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്നതാണ്. കോൺഗ്രസിൻ്റെ ഒരു മുഖം അന്തർദേശീയ മുഖമാണ്, ദേശീയ മുഖം മാത്രമല്ല. അങ്ങനെ മുഖമുള്ള എത്ര പേരുണ്ട് കോൺഗ്രസിലിപ്പോൾ? അത് കോൺഗ്രസ്സിൽ ആലോചിക്കേണ്ടേ, എത്ര പേർക്ക് ശശി തരൂരിനെ പോലെ അന്തർദേശീയ തലത്തിൽ ബന്ധപ്പെടാൻ കഴിയും? അപ്പോൾ അതുകൂടി മനസ്സിലാക്കി കോൺഗ്രസ്സാണ് തിരുത്തൽ നടത്തേണ്ടത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറയുന്നത് പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്നാണ്. അത് മറ്റൊരു രാഷ്ട്രീയത്തിലേക്കുള്ള പാർട്ടി വിടുമെന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വികസന നയമുണ്ട്. ആ വികസനത്തിൽ അതാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നല്ലൊരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റ്. നമ്മുടെ മുഖ്യമന്ത്രിയല്ല, പാർട്ടി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഞാൻ ആ നിലപാടെടുത്ത് ഞാൻ കെ കരുണാകരൻ്റെ കൂടെയും AK ആറിൻ്റെ കൂടെയും ഉമ്മൻചാണ്ടിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ഒരാളല്ലേ. എനിക്ക് പിണറായി വിജയൻ്റെ ഒരു മുഖ്യമന്ത്രി എന്നല്ല, ഭരണാധികാരി എന്നല്ല, ഞാൻ വളരെ അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പലർക്കും, പക്ഷേ അതിനപ്പുറത്ത് നമ്മൾ കണ്ടിപ്പോൾ. അതുകൊണ്ട് പിന്നെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പറ്റി ലീഡർ കാലത്ത് ജിം നടന്നിട്ടുണ്ട്, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. പക്ഷേ അതിനൊക്കെ കവച്ചുകൊണ്ട് എത്ര വന്നു, നാളെ എത്ര വരും എന്നതിനപ്പുറത്തേക്ക് ഈ യോജിപ്പ്, ഒരു അറ്റ്മോസ്ഫിയർ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വികസനത്തിനൊരു യോജിപ്പ് ഉണ്ടാകുന്ന ഒരു മെസ്സേജ് പോയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വന്നിരിക്കുന്നു. നമ്മൾ കാണേണ്ട മാറ്റമാണ്. അതിന് നേതൃത്വം കൊടുത്ത് പിണറായി വിജയനാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം എറണാകുളത്ത് അദ്ദേഹം വന്നിരുന്ന് ഓരോരുത്തരെയും രാവും പകലും കൂടി ഉറക്കമൊളിച്ചിരുന്ന് എല്ലാ ഡെലിഗേറ്റ്സിനെയും കണ്ടു. 26ഓളം പിന്നെ അംബാസഡർമാരോ കൗൺസിൽ ജനറൽമാരോ വിദേശ രാജ്യങ്ങൾ പ്രതിനിധികൾ വന്നിരുന്നു. അവരെയൊക്കെ CM തന്നെ നേരിട്ട് കാണുകയുണ്ട്. രാജീവ് അതിന് കൂടെ നിന്നു. അത് നല്ലൊരു സംഘടനാപരമായ നേതൃത്വം കൊടുക്കാൻ രാജീവിന് കഴിഞ്ഞു. ഇതാണ് ശശി തരൂർ അഭിനന്ദിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ നിലപാട് നിങ്ങൾ
അംഗീകരിക്കുന്നത് എനിക്ക് നേരെ നിലപാടുണ്ട്, മാർഗമുണ്ടെന്ന് പറഞ്ഞത് പാർട്ടി വിട്ടു പോകുന്ന എനിക്ക് തോന്നല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഒരു മാർഗങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. പാർട്ടിയിൽ തന്നെ തുടരുമെന്നാണ് കരുതുന്നത്. എനിക്ക് തോന്നുന്നത് അതാണ് സാധ്യത. അപ്പോൾ ഇത് മാറിപ്പോയാൽ അത് സഹിക്കാൻ പറ്റാത്ത പോകുന്നതായിരിക്കും. മനുഷ്യരെ സൈക്കിളിനൊരു ഇതിലുണ്ടല്ലോ ഒരു വിധത്തിൽ നിന്ന്. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഗ്രസ് രക്തമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു വിധത്തിൽ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ ഒരു നെഹ്റുവിയൻ, ഞങ്ങളൊക്കെ നെഹ്റുവിയൻ കോൺഗ്രസ്സുകാരാണ്. ആ കാഴ്ചപ്പാട് കോൺഗ്രസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് യെച്ചൂരിയും പിണറായി വിജയനും എം എ ബേബിയൊക്കെ സംസാരിച്ച് ഞാനും സ്വതന്ത്ര നിലപാടോടുകൂടി നിൽക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഉത്തരവാദിത്തം ചെയ്ത് ഗവൺമെൻറ്റിന് വേണ്ടിയാണ്. പക്ഷേ ഞാൻ ആദ്യം മുതലേ ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ്, ഒരു ഇടത് ചിന്താഗതിക്കാരനാണ് ഉള്ളത്. നമ്മൾ പലരും അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇടത് ചിന്താഗതിക്കാർ, ഇപ്പോൾ അത് എ കെ ആണെങ്കിലും വി എം സുധീരൻ ഇടത് ചിന്താഗതിക്കാരനുള്ളതാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച ഹൈക്കമാൻഡ് യോഗം വിളിച്ചേക്കാണ്. പ്രതിപക്ഷ നേതാവും സുധാകരനും അടക്കമുള്ളവർ ഇവിടെ വരണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതൊരു പ്രശ്നപരിഹാരത്തിലേക്ക് കാണാൻ കഴിയുമോ? എന്തിനൊക്കെ വേണ്ടിയാ ഇവിടെ? അപ്പം അവർ കൊടുക്കുന്നത് അതല്ല, അടുത്ത ഇലക്ഷന് വേണ്ടി തയ്യാറെടുപ്പാണെന്ന് പറയും. എന്ത് തയ്യാറെടുപ്പ് അവിടെ ചെയ്തിരിക്കും? എത്രയോ ഗീർവാണങ്ങൾ സുധാകരൻ പറഞ്ഞു. ബൂത്ത് കമ്മിറ്റികൾ, അതിനാ മറ്റേ കമ്മിറ്റി, ഇതിന് മുമ്പ് സൂപ്പർവൈസർ, എന്തെങ്കിലും ഒരു കാര്യം നടന്നു. മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റി ഈ പാർട്ടിക്ക്. അതിനേക്കാൾ നാണക്കേടുണ്ടോ മെമ്പർഷിപ്പ് ഇല്ലാത്ത പാർട്ടി? ഓരോ ബൂത്തിന് ഇത്ര മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞല്ലേ KPC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞത്. എന്തെങ്കിലും നടന്നു? അദ്ദേഹം ഗീർവാണെങ്കിൽ ഇങ്ങനെ അപ്പം അതിന് ഓർമ്മയില്ല എന്ന് പോലെ കൂടെയുള്ള ആളുകൾ പറയും, എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ഒരു ശക്തമായ നേതൃത്വം കൊടുത്ത് ഒരു സ്ട്രക്ചർ അവിടെ വേണം കേരളത്തിൽ. അതവരാലോചിക്കണം. അതുതന്നെയാണ് ശശി തരൂരും പറഞ്ഞത്. ആ നേതൃത്വം ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ മിടുക്കന്മാരില്ല എന്നുള്ള അർത്ഥത്തിലല്ല. മിടുക്കന്മാരൊക്കെ ആ പാർട്ടിയിലുണ്ട്, കോൺഗ്രസിലുണ്ട്. പക്ഷേ അവരെയൊക്കെ മുമ്പിൽ കൊണ്ടുവരാൻ യുവതലമുറയുണ്ടല്ലോ. ഇവർ ഇക്കാലം പറഞ്ഞ യുവതലമുറയെക്കുറിച്ചല്ലേ. പക്ഷെ ഇവർ ഓരോരുത്തരും താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താക്കോലുമായിട്ട് പോവല്ലേ. പിന്നെ 19 വയസ്സ് കഴിഞ്ഞല്ലേ അവർ വരുള്ളൂ. തരൂരിന്റെ ഇത്തരം അഭിപ്രായങ്ങൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക എന്നൊരു ആഗ്രഹം അതിന് പിന്നിലുണ്ട് എന്നാണ് പറയുന്നത്. ആഗ്രഹിക്കണം. ഇപ്പം ആരാഗ്രഹിക്കാത്ത? കോൺഗ്രസിലെ ഇത് ആഗ്രഹിക്കാത്ത ഒരു ഡസൺ ആളുകൾക്ക് മുഖ്യമന്ത്രി ആകേണ്ട ഇവിടെ. ശശി തരൂരിനെ മാത്രം കുറ്റം പറഞ്ഞ എന്തിനാ? ആഗ്രഹം രാഷ്ട്രീയത്തിൽ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും. അത് സ്വാഭാവികമല്ലേ? അത് തെറ്റാണോ? ഇവരൊന്നും ഒരു ആഗ്രഹമില്ലാത്ത സന്യാസികളാണോ? ഒരു ആഗ്രഹമില്ലാത്ത സന്യാസിമാരാണോ ഇവർ? അല്ലല്ലോ. അവർ ചെയ്യേണ്ടത് പുതിയ തലമുറയിലെ ആളുകളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് നാളെ ജനങ്ങൾക്ക് നല്ല ഒരു ബോധ്യമുണ്ടാക്കി പോകാൻ കഴിയണം. അങ്ങനെ ഒരു പദവിയിലേക്ക് വരികയാണെങ്കിൽ തരൂർ അർഹനാണോ അവിടെ? അതിന് സംശയം എന്താ? തരൂർ അർഹനായാണ്. അവിടെ എല്ലാവരും ഇപ്പോൾ സതീശൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. എനിക്ക് സതീശ് അയാളുടെ മെടുക്കനാണ്. അയാളുടെ പാർലമെൻറ്റിൽ നന്നായിട്ട് നടത്തുന്നുണ്ട്. രമേശ് ചെന്നിൻ്റെ മുൻപ് പ്രതിപക്ഷ നേതാവായിട്ട് നിന്ന ആളുകൾ, അങ്ങനെ മോശക്കാരൊന്നും അവിടെ ഇല്ലല്ലോ. പക്ഷേ ഇത് അങ്ങനെ നടത്താനൊരു നേതൃത്വ പാഠവും വേണം, അതിനുള്ള കഴിവ് വേണം. തരൂരിന് അത് ഉണ്ട് എന്നാണ്. തരൂരിന് പൊതുവെ കഴിവുള്ള ആളാണല്ലോ, കഴിവില്ലാത്ത ഒരാളൊന്നുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാവോ ആകില്ലയോ, അദ്ദേഹം കോൺഗ്രസിനകത്ത് നിൽക്കില്ല എന്നൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉള്ളതിൽ തെറ്റ് പറയാൻ കഴിയില്ല. ആരെ തെറ്റ് പറയാൻ പറഞ്ഞത്? ഇപ്പം സതീശന് ആഗ്രഹമില്ലേ? രമേശ് ചെന്നിത്തലക്ക് ആഗ്രഹമില്ലേ? KC വേണുഗോപാൽ ഇവിടെ ഇരിക്കും, KCക്ക് ആഗ്രഹമില്ലേ? അപ്പം അവർക്കൊക്കെ ആഗ്രഹിക്കാമെങ്കിൽ എന്തുകൊണ്ട് പിന്നെ ശശി തരൂരിന് ആഗ്രഹിച്ചുകൂടാ? അത്രയല്ലേ ഉള്ളൂ. ആഗ്രഹം എല്ലാവർക്കും ആവാം, എനിക്കും ആഗ്രഹിക്കാം. ആഗ്രഹിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങളുടെ അക്സെപ്റ്റൻസ് ഉണ്ടോ, അതാ പ്രശ്നം. ഒരു തെരഞ്ഞെടുപ്പ് കൂടി എടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം വിവാദങ്ങൾ അതൊരു തരത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം ചെയ്യില്ലല്ലോ. സംഘടനാപരമായി കോൺഗ്രസ് തകർന്നു, അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. സംഘടനയില്ല. ആകെ പ്രതീക്ഷ എന്താ? LDFൻ്റെ ഈ മൂന്നാമത്തെ ടേമിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില റിയാക്ഷൻസ് ഉണ്ട്. ഒരു ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഒരു കേന്ദ്രമെടുക്കുന്ന സമീപനം. ഇപ്പോൾ നമുക്കറിയാം വയനാട് ദുരന്തം ഉണ്ടായി, 10 പൈസ കൊടുക്കുന്നില്ല. നമ്മുടെ മെട്രോയുടെ കാര്യത്തിൽ സഹായം തരുന്നില്ല, സാമ്പത്തിക മേഖല സഹായം നൽകുന്നില്ല, എയിംസ് നമുക്ക് തരുന്നില്ല. എല്ലായിടത്തും സ്ക്യൂസ് ചെയ്യാണ്. അങ്ങനെ സ്ക്യൂസ് ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും പിണറായി വിജയൻ നേതൃത്വത്തിൽ ഇടതുമുന്നണി സർക്കാർ പിടിച്ചു നിൽക്കുകയാണ് അഭിമാനത്തോടു കൂടി. കേരളത്തെ പട്ടിണിക്കിട്ടിട്ടില്ല, ഒരു കാലത്തിലും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ ഭക്ഷ്യവിതരണ ശൃംഖല മെച്ചപ്പെട്ടിരിക്കുന്നു. ക്രമസമാധാനം ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി എന്ന് മാറ്റിവെച്ച ഏറ്റവും നല്ല പോലീസാണ് നമ്മുടേത്. നമ്മുടെ ദേശീയപാത നിർമ്മാണം സ്പീഡിൽ പോകുന്നു. പക്ഷേ ഇപ്പോൾ ഈ സഹായത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഈ വയനാടുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളിലടക്കം നമ്മളിവിടെ കാണുകയുണ്ടായി. എന്താണ് നിലവിലൊരു സ്റ്റാറ്റസ്? നമുക്ക് തരണം. നമുക്ക് അർഹതയാണ്. നമ്മൾ പോയി തെണ്ടുകയല്ല. പ്രധാനമന്ത്രി വന്ന് കണ്ടു, കേന്ദ്ര വിദഗ്ധ സംഘം വന്ന് പരിശോധിച്ചു. എന്നിട്ട് നമുക്ക് 525 കോടി രൂപ കടമായിട്ട് സഹായമായിട്ട് തന്നിട്ട് കാര്യമുണ്ടോ?
അത് തിരിച്ചടക്കുന്ന സഹായമല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് ദുരന്തത്തിന് കിട്ടുന്ന സഹായമാണ്. അപ്പം അത് തരണ്ടേ? അത് നമുക്ക് പിന്നീട് ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തുക, അങ്ങനെ നമ്മുടെ തുടരും. എന്ത് പറഞ്ഞാൽ നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം ശ്രീധരൻ വന്നു. വയനാട് വിഷയത്തിൽ മാഷ് തന്നെ നിരവധി ആളുകളെ കണ്ടു, കേന്ദ്രമന്ത്രിമാരെ ആളുകളെ കണ്ടു, നിർമ്മലാ സീതാരാമനെ കണ്ടു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ടു. അതിൻ്റെ ഡീറ്റെയിൽസെല്ലാം കൃത്യമായി നമ്മൾ കൊടുത്തു. നമ്മളൊരു സന്ദർഭം കേന്ദ്രത്തെ പരാതിയില്ലല്ലോ. ഈ കേന്ദ്രത്തിന്റെ നിലപാട് ഈ ഒരു കാര്യത്തിൽ വളരെ ാണ് അത് പൊളിറ്റിക്സാണ്. നമ്മുടെ കാണുന്നത് പൊളിറ്റിക്സാണ് അത്. പക്ഷേ ശരിയല്ല. ഇത് ഒരു ഫെഡറൽ സിസ്റ്റമാണ്. നമ്മളാണ് ഇവിടെ സക്സസ്ഫുള്ളായിട്ട് സമരം നടത്തിയത്. നമ്മുടെ സമരം നടത്തിയതിൻ്റെ തലേ ദിവസം കർണാടക സമരം നടത്തി. നിങ്ങൾ വിഷയങ്ങളെ രാഷ്ട്രീയമായി കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ നമുക്ക്? അതാണ് അവരത് രാഷ്ട്രീയമാണ്. അവർക്കിപ്പോൾ നമ്മൾ നടത്തിയ സമരം പോലും അവർ ഭയപ്പെട്ടു പോയി. കാരണം കേരളത്തിൽ തെക്കേറ്റത്ത് സംസ്ഥാനത്ത് നിന്നൊരു മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും വന്ന് വലിയൊരു സമരം. അത് ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം. ഒപ്പം തന്നെ പക്ഷേ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെ പോലും ചില ആരോപണങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കൃത്യമായ മണ്ഡലത്തിൽ പോകുന്നില്ല. ഈ നമ്മൾ ആദ്യം പറഞ്ഞാണല്ലോ, ഇവരൊന്നും വരില്ല, ഇവർ ഡൽഹിയിൽ തന്നെ നിൽക്കും. ഇപ്പം കേരളത്തിലെ സ്ഥിതി എന്താ? ഇപ്പം ഞാൻ MP ആയിരുന്ന ആളാണ് 5 ടേം. ഞാൻ 2 ടേം ഞാൻ അവിടെ നിയോജനത്തിലുണ്ടാകും. അവിടുത്തെ മരണത്തിലും ജനനത്തിലും ദുഃഖത്തിലും വേദനയിലും പങ്കുചേരും. അങ്ങനെ പങ്കുചേരാൻ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്കയ്ക്കോ കഴിയുമോ? അത് സ്വാഭാവികമല്ലേ? പക്ഷെ ഇപ്പോൾ 2 കത്ത് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഈ പ്രശ്നങ്ങൾ. ലവ് ലെറ്റേഴ്സ് ആർക്കും കൊടുക്കാം. അതുകൊണ്ട് കാര്യം നടക്കണ്ടേ? കാര്യം നടക്കുന്ന ആ മേഖലയിൽ നിന്ന് അവരോടൊപ്പം ജീവിച്ച് അവരിലൊരാളായിട്ട് മാറണം. അതങ്ങനെ പ്രിയങ്കയാകുമെന്നോ രാഹുലാകുമെന്നോ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തെ തകർത്തതാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും വയനാട് മത്സരം? ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ആ മുന്നണിയിലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടല്ലേ മത്സരിച്ചത്? ഈ കേരളത്തിൻ്റെ പുറത്ത് മത്സരിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടവർ മത്സരിച്ചില്ല? അപ്പോൾ ഒരു മുന്നണിയെ കൊണ്ടു നടക്കാൻ അതാണ് നമ്മളിപ്പോൾ ഡൽഹിക്ക് കണ്ടത്. ഈ മുന്നണി നിൽക്കുന്ന അവർക്കാണ് ഡൽഹി സ്വാധീനം എല്ലാവർക്കും അറിയാം. 10% വോട്ട് കോൺഗ്രസിനുള്ളൂ. അങ്ങനെ 70 സീറ്റിൽ 60 സീറ്റ് ആപ്പിന് കൊടുത്ത് 10 സീറ്റ് കോൺഗ്രസ് എടുത്തെങ്കിൽ അധികാരം വരില്ലായിരുന്നു, ഭരണത്തിൽ വരില്ലായിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ വീണ്ടും പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് കോൺഗ്രസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊരു കോക്കസിൻ്റെ കയ്യിലാണ്. അപ്പോൾ തന്നെ പക്ഷേ ഈ തരൂരിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ തരൂരിന്റെ പ്രശ്നം കൂടി പരിഹരിച്ച് അദ്ദേഹത്തെ ഒപ്പം നിർത്തണമെന്നാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളല്ലേ. എത്ര പേരാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തള്ളി പുറത്താക്കിയിരിക്കുന്നത്? അങ്ങനെയുള്ള ആളുകൾ വേണ്ടേ? ജനപ്രിയരായ ആളുകൾ, ലോകത്തിൻ്റെ മുമ്പിൽ നിർത്താൻ കഴിയുന്ന ആളുകൾ, കാഴ്ചപ്പാടുള്ള ആളുകൾ, അവരൊന്നും കോൺഗ്രസ് വേണ്ടേ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുഖ്യമന്ത്രി പദം തരൂരിന് എന്തുകൊണ്ടും ആഗ്രഹിക്കാൻ അദ്ദേഹം അർഹൻ തന്നെയാണ്. അതിനെന്താ? ഞാൻ ആർക്കും ആഗ്രഹിക്കാം. ശശി തനിപ്പറ്റപ്പെട്ട ഒരാൾ തന്നെയാണ്. എല്ലാവർക്കും ആഗ്രഹിക്കാം, ഒരാൾക്കല്ല, എല്ലാവർക്കും ആഗ്രഹിക്കാം. തീർച്ചയായും അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പദം അത് ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാവുന്നതാണ്. തരൂരും അതിന് അർഹൻ തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തരൂരിനെ കൂടി ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടതെന്നാണ് KV തോമസിന്റെ അഭിപ്രായം. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം വിനീത VG 24.